നമ്മളിന്ന് സംസാരിക്കുന്നത് ചില നടീനടന്മാരെ കുറിച്ചാണ്. അവരുടെ തുടക്കകാലത്ത് മലയാള സിനിമയിൽ ചില വേഷങ്ങൾ ചെയ്തെങ്കിലും തിളങ്ങാനായില്ല. കാലങ്ങൾക്ക് ശേഷം ചില കഥാപാത്രങ്ങളിലൂടെ അവർ മലയാളി പ്രേക്ഷകരുടെ നെഞ്ചിൽ ഇടം നേടുകയും ചെയ്തു. അത്തരത്തിലുള്ള ചില നടീനടന്മാരെ കുറിച്ചും അവരുടെ പഴയകാല സിനിമാ രംഗങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായി വരികയും പിന്നീട് താരങ്ങളായി മാറുകയും ചെയ്തവരെ കുറിച്ചും ബാലതാരങ്ങളായി വന്നവരെ കുറിച്ചുമെല്ലാം അതിൽ പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ ഒരു സിംഗിൾ വാച്ച് എപ്പിസോഡ് ഫസ്റ്റ് കമന്റിൽ കാണാവുന്നതാണ്. 1983 PN മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് അസ്ത്രം. ആ സിനിമയിൽ ജോണി എന്നൊരു കഥാപാത്രത്തെയായിരുന്നു മേഘനാഥൻ അവതരിപ്പിച്ചത്. പെണ്ണിന്റെ പുറകെ നടന്നിങ്ങനെ കുഞ്ചിക്കൊഴയാൻ സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. ജോലിയുടെ കാര്യത്തിൽ സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. ഗുഡ് ബൈ. ഒരുപാട് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി വന്നതിന് ശേഷമാണ് പ്രദീപ് കോട്ടയം ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തത്. 2001 IV ശശി സംവിധാനം ചെയ്ത് കലാഭവൻ മണി, ലാൽ, വാണി വിശ്വനാഥ് തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഈ നാട് ഇന്നലെ വരെ. ആ സിനിമയിൽ കവലയിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റിനിടയിലെ ഈ ഷോട്ടുകളെല്ലാം തന്നെ പ്രദീപ് കോട്ടയം അഭിനയിച്ചിട്ടുണ്ട്. പ്രദീപ് കോട്ടയം ആ രംഗങ്ങളിലെല്ലാം തന്നെ കാണികളിൽ ഒരാളായി നിൽക്കുന്നുണ്ട്. കല്യാണരാമൻ സിനിമയിലും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു ഷോട്ടിൽ പാസിംഗ് സീനിൽ നമുക്ക് അദ്ദേഹത്തെ കാണാം. എന്റെ രാമുകുട്ടി, പണി തീർന്നില്ലേ? ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. പൃഥ്വിരാജിന്റെ ചക്രം സിനിമയിലും അദ്ദേഹത്തെ ജൂനിയർ ആർട്ടിസ്റ്റായി നമുക്ക് കാണാവുന്നതാണ്. ഫോർ ദ പീപ്പിൾ, ലോലിപോപ്പ്, ടു ഹരിഹർ നഗർ, രാജമാണിക്യം തുടങ്ങിയ സിനിമയിലെല്ലാം തന്നെ അദ്ദേഹത്തെ നമുക്ക് അതുപോലെ കാണാം. ഞങ്ങൾ ഭക്ഷണം കഴിച്ച പണം തന്നോ ഇല്ലയോ? എന്നെ ഓർമ്മ പി ശ്രീകുമാർ അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിൽ SI, 1969 കണ്ണൂർ റീലക്സ് എന്ന സിനിമയിൽ 26-ാം മിനിറ്റിൽ ഇന്റർവ്യൂ രംഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആണോ പെണ്ണോ അത് സാറ് തീരുമാനിച്ചാൽ മതി. ഇവിടെ സ്ത്രീകൾ മാത്രമേ പാടുള്ളൂ. നിങ്ങൾക്ക് പോകാം. സാറ് സ്ത്രീയോ പുരുഷനോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. MT വാസുദേവൻ നായർ എഴുതി വേണു സംവിധാനം ചെയ്ത് 1998 റിലീസ് ചെയ്ത ചിത്രമാണ് ദയ. ആ സിനിമയിലാണ് അനിൽ സർ ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ വിളിച്ചു പറയൂ, എന്റെ വില എനിക്കറിയാം. ഈ ചന്തയുടെ ചരിത്രത്തിൽ ഇതാ ഒരു അത്ഭുത വിൽപ്പന. മഞ്ജു പത്രോസ് ചക്രം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന കാര്യമാണ്. സൗഖ്യം മലയാളത്തിൽ പറഞ്ഞാൽ മതി. നല്ല അസലായിട്ട് മലയാളം പറഞ്ഞിട്ടുണ്ട്. മീന ഗണേഷ് 1983 ബാലചന്ദ്ര മേനോൻ പ്രശ്നം ഗുരുതരം എന്ന സിനിമയിൽ കൈനോട്ടക്കാരി അഭിനയിച്ചിട്ടുണ്ട്. ശ്രീദേവി സാറിന്റെ വാഴ്ക്കയിൽ വന്നിരിക്കുന്നത് സാർ. യൂസർ നെയിം പറയുന്നത് പണ്ട് മീന ഗണേഷ് അഭിനയിച്ചതിനെ കുറിച്ചാണ്. മീന ഗണേഷ് 1970 ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മണിമുഴക്കം എന്നാണ് സിനിമയുടെ പേരെന്ന് അദ്ദേഹം കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കത്ത് തരാം. വളരെ ഉപകാരം. നിങ്ങളുടെ ആരാണ് ആ കുട്ടി? ആ സിനിമയിൽ നടൻ ശ്രീനിവാസന്റെ പഴയ കാലത്തെ ഒരു കഥാപാത്രത്തെയും നമുക്ക് കാണാം. കർത്താവേ, അവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കണേ. 1996 ബിജു മേനോൻ, വിജയരാഘവൻ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ. ഈ സിനിമ സംവിധാനം ചെയ്തത് ജോസ് തോമസ് ആയിരുന്നു. ഈ ഒരു രംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായി. തമാശ കളിക്കരുത്. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. ആടവിടെ അത് സാന്ദ്ര തോമസ് ആണ്. 1991 മുതൽ 96 വരെ ഒരുപാട് സിനിമകളിൽ സാന്ദ്ര തോമസ് ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ, ജഗദീഷ് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ നെറ്റിപ്പട്ടം എന്ന സിനിമയിൽ കുട്ടികളുടെ കൂട്ടത്തിൽ സാന്ദ്ര തോമസ് ഉണ്ട്. മിമിക്സ് പരേഡ് സിനിമയിൽ ഈ ഒരു കുട്ടിയായി അഭിനയിച്ചതും സാന്ദ്ര തോമസ് ആണ്. ചെപ്പി കിലുക്കുന്ന ചങ്ങാതി സിനിമയുടെ ഫ്ലാഷ് ബാക്ക് ഭാഗത്തും അഭിനയിച്ചത് സാന്ദ്ര തോമസ് ആണ്. 93 ഓ ഫാബി, 99 ഒളിമ്പ്യൻ അന്തോണി ആദം എന്നീ സിനിമകളിലും സാന്ദ്ര തോമസ് അഭിനയിച്ചിട്ടുണ്ട്. ഉപ്പുമുളകും എന്ന സിറ്റ്കോമിൽ ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഫേമസ് ആയ ഒരു നടനാണ് ബിജു സോപാനം. അതിനുശേഷമാണ് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ കഥാപാത്രങ്ങളായി വന്നത്. എന്നാൽ അതിനെല്ലാം മുമ്പ് 2005 ബിജു സോപാനം സിനിമയിൽ വന്നിരുന്നു. 2005 ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ മമ്മൂട്ടി ചിത്രമായ രാജമാണിക്യത്തിലായിരുന്നു അത്. സായികുമാറിന്റെ കാറിലേക്ക് ഒരു കൊലയാളിയെ കയറ്റിവിടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചത്. ஐயா காப்பாத்துங்க ஐயா, ஓடையில வீணு தலை உடஞ்சாச்சு. அங்க ஒரே கும்பலா இருக்கு. ஆஸ்பத்திரிக்கு போன ஐயா, காப்பாத்துங்க. 2006 മമ്മൂട്ടി, ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ കോമഡി ചിത്രമായ ഭാർഗവ ചരിതം മൂന്നാം ഖണ്ഡം എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു.
ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ലഹരിയുടെ അടിമകളാക്കി കോടികൾ കൊയ്യുന്ന ഭീകരന്മാരുടെ താവളമാണെന്ന് കേരളം. ആത്മാഭിമാനമുള്ള ഒരു മലയാളി ഈ അപമാനഭാരം താങ്ങി എത്ര നാൾ തലകുനിച്ചു നിൽക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരം ജിസ് ജോയ് ആയിരുന്നു അദ്ദേഹത്തിന് ആ സിനിമയിൽ ശബ്ദം നൽകിയത്. നാഷണൽ അവാർഡിന്റെ നിറവിൽ നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ വിജയരാഘവൻ. പൂക്കാലം എന്ന സിനിമക്കായിരുന്നു ബെസ്റ്റ് ആക്ടർ ഇൻ ക്യാരക്ടർ റോൾ എന്ന കാറ്റഗറിയിൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡും കേരള സ്റ്റേറ്റ് അവാർഡും ലഭിച്ചത്. 1980-കൾ മുതൽ തന്നെ അദ്ദേഹം സിനിമയിലുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളായിരുന്നു അവയെല്ലാം തന്നെ. എന്നാൽ 1970-ലും അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിരുന്നു. 1973-ൽ അദ്ദേഹത്തിന്റെ അച്ഛൻ NN പിള്ള എഴുതി ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത കാബാലിക എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ ബാബു എന്നൊരു ചെറുപ്പക്കാരനായിട്ടാണ് അദ്ദേഹം വരുന്നത്. 1975-ൽ ജെ ശശികുമാർ സംവിധാനം ചെയ്ത പ്രേം നസീർ ചിത്രമായ പിക്നിക്കിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പുലിക്കണ്ണൻ ഡാം സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള 7 ഡാം സൈറ്റുകളിൽ ആദ്യത്തെ 1992-ൽ ജയറാം, സിദ്ദിഖ്, ജഗദീഷ് ശ്രീകുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഹരിദാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ഊട്ടിപ്പട്ടണം. മലയാളത്തിൽ 1-2 സിനിമയിൽ മാത്രം നായികയെ അഭിനയിച്ച് അപ്രത്യക്ഷമാകുന്ന നടിമാരുണ്ട്. അങ്ങനെ ഒരാളായിരുന്നു ആ സിനിമയിലെയും നായിക. കൂവളശ്ശേരി കോവിലകത്ത് രഞ്ജിനി വർമ്മ. സീന എന്ന കഥാപാത്രത്തെയാണ് ആ സിനിമയിൽ നടി അവതരിപ്പിച്ചത്. സീന മുഹമ്മദ് കോയ. ഈശ്വരി റാവു എന്നാണ് ഈ നടിയുടെ പേര്. സീന മാത്യു കൂട്ടുപുരയ്ക്കൽ. വർഷങ്ങൾക്ക് ശേഷം ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിലൂടെ ഈ നടി വീണ്ടും മലയാളികളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. KGF ചാപ്റ്റർ 2-വിലെ ഫാത്തിമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അവരായിരുന്നു. സലാറിൽ അമ്മയായി വന്നതും അതേ നടി തന്നെയായിരുന്നു. ഉണ്ടയിലും ബാന്ദ്രയിലുമെല്ലാം പിന്നീട് അവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് സേതുലക്ഷ്മി. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ അറിയാമേടാ. നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച TC അറിയാമോ? ഒരുപാട് ക്യാരക്ടർ റോളുകളിലും അമ്മ കഥാപാത്രങ്ങളുമായെല്ലാം തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്റെ കാലിന്റെ പെരുവരലിന്നൊരു രോമാഞ്ചം അങ്ങോട്ടേക്ക്. 2005-ന് ശേഷമാണ് അവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങളായി സിനിമയിൽ സജീവമായി വന്നത്. എന്നാൽ സേതുലക്ഷ്മി 1990-ലും ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. 1990-ൽ സായ് കുമാർ, അശ്വിനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി KG ജോർജ് എഴുതി സംവിധാനം ചെയ്ത ഈ കണ്ണിക്കൂടി എന്ന സിനിമയിലായിരുന്നു അത്. അക്കാമ എന്നൊരു കഥാപാത്രത്തെയായിരുന്നു സേതുലക്ഷ്മി ആ സിനിമയിൽ അവതരിപ്പിച്ചത്. പിന്നീട് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് അവർ 2005-ൽ വീണ്ടും സിനിമയിലെത്തുന്നത്. വേർത്തക്കാരിയാണെങ്കിൽ എന്നെ സ്വന്തം പോലെയാ കരുതിയിരുന്നത്. ചത്തിട്ട് കുഴിച്ചിടാൻ പോലും ആരും ഇല്ലാന്ന് പത്രത്തിൽ പറയുന്നു. ഒരു വണ്ടി പിടിച്ചോണ്ട് വള്ള പൈസ എന്റെ കാണും. സാറുമാരൊന്ന് ഏർപ്പാടാക്കി തന്നാ മതി. 1991-ൽ റിലീസ് ചെയ്തൊരു A-rated പടമായിരുന്നു ഈഗിൾ. ഇന്നസെന്റ്, കുതിരവട്ടം പപ്പു തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയിലായിരുന്നു ബിജു മേനോൻ ആദ്യമായി അഭിനയിച്ചത്. നഗരത്തിലെ പ്രശസ്ത സൈക്കാട്രിസ്റ്റായ ഡോക്ടർ മീര സ്വന്തം മുറിയിൽ അതിദാരുണമായ 2 രംഗത്തിൽ മാത്രം വന്നു പോകുന്നൊരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ബിജു മേനോൻ അഭിനയിച്ചത്. ആ 615 താമസിക്കുന്ന പാർട്ടിയില്ലേ, ആര് ആ പെണ്ണിന്റെ കൂടെ. മലയാള സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ് ജയശങ്കർ. ഇദ്ദേഹത്തിന്റെ ആമേൻ സിനിമയിലെ വിശക്കോൽ പാപ്പി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധേയകരമാണ്. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. അതുപോലെ തന്നെ ഏറെ ഫേമസ് ആയ അദ്ദേഹത്തിന്റെ രംഗമാണ് മഹേഷിന്റെ പ്രതികാരത്തിലെ ദേശീയ ഗാനം രംഗം. ഇദ്ദേഹം സിനിമയിൽ വന്നത് 1994-ലാണ്. 94-ൽ KK ഹരിദാസ് സംവിധാനം ചെയ്ത ജയറാം ചിത്രമായ വധു ഡോക്ടറായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. ജയറാമിന്റെ കയ്യിൽ നിന്നും തല്ലു വാങ്ങുന്ന ഒരു ചെറിയ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. 1995-ൽ നിസാർ സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ്, ദിലീപ്, പ്രേംകുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ 3 Men Army എന്ന സിനിമയിലും ഇദ്ദേഹത്തിന് ഒരു കഥാപാത്രമുണ്ടായി. അന്ന് പായിപ്പാട്ട് നാട്ടുകാർ കാറിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് 500 രൂപ കൊടുക്കാതിരുന്നപ്പോഴേ അയാൾ പറഞ്ഞതാ. ആ സിനിമയിൽ കൂടുതൽ രംഗങ്ങളിൽ അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട്. ദിലീപിന്റെ ട്രൂപ്പിലെ ഒരു അംഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രം. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ചെയ്യുമല്ലോ. 2018-ൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയൊരു നടനാണ് KTC അബ്ദുള്ള. ഇദ്ദേഹത്തിന്റെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ശ്രീനിവാസന്റെ അറബിക്കഥ സിനിമയിലെ ഈ ഒരു കഥാപാത്രം ഏറെ ഫേമസ് ആയ ഒന്നാണ്. ഞാനത് കൊടുക്കൂല. കമ്മ്യൂണിസ്റ്റ് ആണല്ലേ. പ്രേക്ഷകരെ ഒരുപാട് ഇമോഷണൽ ആക്കിയ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായിരുന്നു സുഡാനി ഫ്രം നൈജീരിയയിൽ സൗബിന്റെ ഫാദറായി വന്ന കഥാപാത്രം.
ഒരു സ്റ്റേജ് പെർഫോമറായ അദ്ദേഹം 35ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ ആദ്യമായി മുഖം കാണിക്കുന്നത് 1977-ലാണ്. 1977 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് ജോസ്, ശോഭ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ദ്വീപ് എന്ന സിനിമയിലായിരുന്നു അത്. ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് കപ്പൽ ഇവിടെ എത്താം. ആ ഒരു സിനിമയിൽ ആലപ്പി അഷ്റഫും ഒരു വേഷം കൈകാര്യം ചെയ്തിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ KTC അബ്ദുള്ള ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്നിരുന്നു. KTC എന്നത് കോഴിക്കോടുള്ള ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയാണ്. ആ കമ്പനിയിൽ വർക്ക് ചെയ്തതുകൊണ്ടാണ് KTC അബ്ദുള്ള എന്നറിയപ്പെടുന്നത്. KTCയുടെ തന്നെ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയാണ് ഗൃഹലക്ഷ്മി ഫിലിംസ്. വടക്കൻ വീരഗാഥ പോലെയുള്ള ഒരുപാട് സിനിമകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിലെല്ലാം തന്നെ പ്രൊഡക്ഷൻ മാനേജറായിട്ടും അബ്ദുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. അത്തരം സിനിമകളിലെല്ലാം തന്നെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. IV ശശിയുടെ അഹിംസ എന്ന സിനിമയിൽ ഔക്കർ എന്ന റോളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ എഴുതി സംവിധാനം ചെയ്ത ചിരിയോ ചിരി എന്ന സിനിമയിൽ ഒരു ചായക്കടക്കാരന്റെ റോളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ചോദിക്കാൻ എന്താ, ഒരു 10-50 ഉറുപ്പിയായി കാണും. പക്ഷെ അയാളുണ്ടല്ലോ, പണ്ടിവിടെ അടിയും തല്ലും തകരാറും ഒക്കെ ഉണ്ടാക്കി നടന്ന മനുഷ്യനാ. 84-ൽ മമ്മൂട്ടി, ശോഭന, റഹ്മാൻ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ. ആ സിനിമയിലും അദ്ദേഹം ഒരു കഥാപാത്രമായി വരുന്നുണ്ട്. സിനിമയിൽ കാണിക്കുന്ന ഒരു തെരുവ് നാടകത്തിലെ ഒരാളായിട്ടാണ് അദ്ദേഹം വരുന്നത്. അവളുടെ അമ്മയുടെ നിറവും ചായയാണ്, അവളുടെ അമ്മയും സുന്ദരി തന്നെയാണ്. 85-ൽ ഭരതൻ സംവിധാനം ചെയ്ത ഒഴിവുകാലം എന്ന സിനിമയിലും അദ്ദേഹം പൈലിച്ചേട്ടൻ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അവളിപ്പോ അങ്ങ് അവന്റെ വീട്ടിലല്ലേ. ഈ സിനിമകളെല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്തത് ഗൃഹലക്ഷ്മി ഫിലിംസ് ആയിരുന്നു. 86-ൽ വാർത്ത എന്ന സിനിമയിലും പിന്നീട് 1991-ൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത എന്നും നന്മകൾ എന്ന സിനിമയിൽ ഒരു പേഷ്യന്റായും അദ്ദേഹം വന്നിരുന്നു. പിന്നീട് അദ്ദേഹം സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് 2006-ലാണ്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ശ്രീനിവാസൻ ചിത്രമായ യെസ് യുവർ ഓണറിലായിരുന്നു അത്. പിന്നീട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന അറബിക്കഥ പോലെയുള്ള ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. മലയാളത്തിന്റെ യുവതാരമാണ് നസ്ലിൻ K. ഗഫൂർ. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം തണ്ണീർമത്തൻ ദിനങ്ങളായിരുന്നു. നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാൻ. എന്നാൽ നസ്ലിൻ അതിനു മുമ്പും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2019-ൽ വൈശാഖ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ മധുരരാജയിലായിരുന്നു അത്. ആ സിനിമയിൽ മമ്മൂട്ടി ഒരു ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുന്ന രംഗമുണ്ട്. ആ രംഗത്തിനിടയിൽ നമുക്ക് നസ്ലിനെയും കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദ്വീപിലൊരു പാലമുണ്ടോ? ഈ ഒരു ഷോട്ടിൽ നസ്ലിന്റെ മുഖം നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. സംവിധായകനും നിർമ്മാതാവും അഭിനേതാവും ഒക്കെയാണ് ദിലീഷ് പോത്തൻ. 2010-ലാണ് അദ്ദേഹം KK റോഡിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് ആഷിഖ് അബുവിന്റെ 5ഓളം സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി. ആ സമയത്ത് അദ്ദേഹം ആ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് സംവിധായകനായും പ്രധാന നടനായും നിർമ്മാതാവുമായും ഒക്കെ അദ്ദേഹം മാറി. എന്നാൽ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സിനിമയിൽ മുഖം കാണിച്ചിരുന്നു. 1999-ലായിരുന്നു അത്. 1999-ൽ ദിലീപ്, കാവ്യ മാധവൻ, സംയുക്ത വർമ്മ, ബിജു മേനോൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ലാൽ ജോസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ആ സിനിമയുടെ ആദ്യത്തിൽ ദിലീപും സംയുക്ത വർമ്മയും ചേർന്നുകൊണ്ടൊരു ജാക്കി ജാൻ സിനിമ കാണുന്ന രംഗമുണ്ട്. ആ തിയേറ്ററിൽ സിനിമ കാണുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായി ദിലീഷ് പോത്തനുമുണ്ട്. ഈ ഒരു ഷോട്ടിൽ അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമായി കാണാം. ഏതൊരാളുടെ ശബ്ദവും സ്വന്തം ശബ്ദത്തിന് അനുകരിക്കുന്ന മിമിക്രി കലാകാരനും സിനിമാ നടനുമാണ് ടിനി ടോം. ടിനി ടോം മമ്മൂട്ടിയുടെ ഡൂപ്പായി വന്ന സിനിമകളെ കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. 1995 മുതൽ ടിനി ടോം സിനിമയിലുണ്ട്. 95-ലെ മിമിക്സ് ആക്ഷൻ 500 എന്ന സിനിമയിൽ മിമിക്രി പ്രസന്റ് ചെയ്യുന്ന ഒരാളായിട്ട് ടിനി ടോം ഉണ്ട്. തൊഴിലില്ലാത്ത ഭർത്താക്കന്മാരുടെ സുന്ദരിമാരായ ഭാര്യമാർ വിൽപ്പന ചരക്കുകളായി മാറുന്നു. സ്ഥിരം വഴിപോക്കനായ നന്ദു പൊതുവാളിനെയും അബിയുടെ കൂടെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാം. താങ്കളെ നേരിട്ട് കണ്ട് അനുമോദിക്കാനും സംസാരിക്കാനും കൂടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. 1998-ലാണ് ജഗദീഷ്, കാവേരി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അലി അക്ബർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഗ്രാമപഞ്ചായത്ത് റിലീസാകുന്നത്. ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ജയസൂര്യ വന്നതിനെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് സിനിമയിലും ടിനി ടോമിന്റെ സാന്നിധ്യമുണ്ട്. യേശുദാസ്, MG ശ്രീകുമാർ, ടിനി ടോം, ചിത്ര അയ്യർ, ദലീമ തുടങ്ങിയവർ ഈ സിനിമയിൽ പാടിയതായി കാണാം. ഇന്ദ്രൻസ്, ജഗതി എന്നിവർക്ക് വേണ്ടി ആ സിനിമയിൽ ഒരു ഗാനം ആലപിച്ചത് ടിനി ടോം ആണ്. 98-ൽ തന്നെ പുറത്തിറങ്ങിയ മന്ത്രി മാളികയിൽ മനസ്സമ്മതം എന്ന സിനിമയിലും ടിനി ടോമിനെ കാണാം. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഞാൻ എന്ത് സഹായം നിനക്ക് ചെയ്യണ്ടേ? 2009-ൽ SN സ്വാമി എഴുതി അമൽ നീരജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായിരുന്നു സാഗർ എലിയാസ് ജാക്കി റീലോഡഡ്.
മാഷാ അല്ലാഹ്, ശുക്രാൻ. ആ സിനിമയിൽ ഒരുപാട് പേർ മിന്നായം പോലെ വന്നു പോകുന്നുണ്ട്. അറബിയായി ആന്റണി പെരുമ്പാവൂരുണ്ട്, പ്രണവ് മോഹൻലാലുണ്ട്. നടൻ സുധി കോപ്പയുടെ ആദ്യ ചിത്രങ്ങളിലൊന്നും അതായിരുന്നു. പേരില്ലാത്തൊരു ഗുണ്ടാ റോളിലായിരുന്നു സുധി കോപ്പ ആ സിനിമയിൽ വന്നത്. ആ സിനിമയിൽ അസറിന്റെ സഹോദരിയായി ആമിന എന്നൊരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. പിന്നെ വിളിച്ചപ്പോഴെല്ലാം മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. നിന്റെയൊക്കെ നാളെ ഇങ്ങനെ വരും. നടി പ്രയാഗ മാർട്ടിനായിരുന്നു ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 2012 അഞ്ജലി മേനോൻ എഴുതി അൻവർ റഷീദ് സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ ചിത്രമായ ഉസ്താദ് ഹോട്ടൽ റിലീസാകുന്നത്. ആ സിനിമയിലും പ്രയാഗ മാർട്ടിനെ കാണാം. നിത്യ മേനോൻ അവതരിപ്പിച്ച ഷഹാന എന്ന കഥാപാത്രത്തോടൊപ്പം ഒരു രംഗത്തിൽ മാത്രം പ്രയാഗ വരുന്നുണ്ട്. നിഖില വിമലും നായികയാവുന്നതിന് മുമ്പ് ചൈൽഡ് ആർട്ടിസ്റ്റായി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2009 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ജയറാം ചിത്രമായ ഭാഗ്യദേവതയിലായിരുന്നു അത്. അമ്മച്ചി ആരണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാ? ആ മോൾ ഇതൊന്ന് നോക്കിയേ. ജയറാമിന്റെ അനിയത്തിമാരിൽ ഒരാളായ സാലി ചാക്കോ എന്ന കഥാപാത്രത്തെയായിരുന്നു നിഖില വിമൽ അവതരിപ്പിച്ചത്. ചേച്ചി എങ്ങനെ വിഷമിപ്പിക്കാൻ ഇച്ചായൻ എങ്ങനെ തോന്നി? എന്നാടി നിനക്ക് ഈ ചേച്ചി ഉണ്ടായത്? 2015 പുറത്തിറങ്ങിയ ഒരു മലയാളം സിനിമയാണ് മുംബൈ ടാക്സി. മെറീന മൈക്കിൾ കുരിശിങ്കൽ, ബാദുഷാ മുഹമ്മദ് എന്നിവരായിരുന്നു ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബാദുഷാ മുഹമ്മദ് എന്നൊരു നടനെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സിനിമയിൽ ബാദുഷയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആരായിരുന്നു ബാദുഷ എന്നൊരു ഡയറക്ടർ ബ്രില്യൻസിലൂടെ കാണിക്കുന്നുണ്ട്. ഫാസിലിന്റെ പപ്പയുടെ സ്വന്തം അപ്പൂസിൽ അപ്പൂസായി അഭിനയിച്ചത് ബാദുഷയായിരുന്നു. മുംബൈ ടാക്സി സിനിമയിൽ ഒരു തീവ്രവാദിയുടെ കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. ആവേശത്തിൽ അംബാനായി ഒക്കെ വന്ന സജിൻ ഗോപു എന്ന നടനായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമകളിൽ ഒന്നായിരുന്നു മുംബൈ ടാക്സി. വില്ലനായി അഭിനയിക്കുകയും പിന്നീട് നായകനായി മാറുകയും ചെയ്ത സൂപ്പർ സ്റ്റാർ ആയിരുന്നു നടൻ ജയൻ. അദ്ദേഹം ഒരു സിനിമയിൽ പേരില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് കഥാപാത്രമായി വന്നു പോകുന്നുണ്ട്. 1972 പ്രേം നസീർ, വിജയശ്രീ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പോസ്റ്റ്മാനെ കാണാനില്ല. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഒരു ഗാനരംഗവും ക്ലൈമാക്സിലെ ചില ഷോട്ടുകളും മാത്രം കളറിലാണ് കാണിക്കുന്നത്. ഈ ഒരു സിനിമയിലാണ് എക്സ്ട്രാസിൽ ജയനെ കാണാൻ കഴിയുക. ഈ ഒരു ഗാനരംഗത്ത് പുകവലിച്ചു പോകുന്ന വ്യക്തിയാണ് ജയൻ എന്ന് പലരും പറയുന്നുണ്ട്. സിനിമയിൽ ആദ്യത്തിൽ കാണിക്കുന്ന ഗുണ്ടാ സംഘത്തിലെ ഈ ഒരു കഥാപാത്രത്തിനും ജയന്റെ ലുക്കുണ്ട്. ഈ ഒരു സീനിലെ ഈ ഒരു കഥാപാത്രത്തെയും ജയനെ പോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു മലയാള സിനിമയായിരുന്നു പ്രതികാരം. ആ ഒരു സിനിമയിൽ ഒരു പഞ്ചാബി ഗാനമുണ്ട്. ആ ഗാനരംഗത്ത് മാത്രം പേരില്ലാത്തൊരു കഥാപാത്രമായി ഒരു മഹാനടൻ വരുന്നുണ്ട്. ഉലക നായകൻ കമൽ ഹാസൻ ആയിരുന്നു ആ ഒരു കഥാപാത്രത്തെ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ ഇപ്പോൾ ഫേമസ് ആയ നടന്മാർ പഴയ കാലങ്ങളിൽ അഭിനയിച്ച രംഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.